ലോക്സഭയിൽ ഹിന്ദു സമൂഹത്തെ അധിക്ഷേപിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഹിന്ദുക്കൾ അക്രമകാരികളും അസത്യം പറയുന്നവരും ആണെന്ന രാഹുലിന്റെ പ്രസ്താവനയിൽ സഭയിൽ ബഹളവും ഭരണപക്ഷ പ്രതിഷേധവും. ആത്മാഭിമാനികളായ കോടിക്കണക്കിന് ഹിന്ദുക്കളെ അപമാനിച്ച രാഹുൽ മാപ്പ് പറയണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ചട്ടം ലംഘിച്ച് സംസാരിച്ചതിന് നിരവധി തവണ രാഹുലിനെ സ്പീക്കറും വിമർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, വളരെയധികം ഗുരുതരമായൊരു പരാമർശമാണ് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, ലോക്സഭയിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെയാണ് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ഹിന്ദു സമൂഹത്തെ പൂർണ്ണമായും അധിക്ഷേപിച്ചുകൊണ്ടുള്ള വിവാദപരമായ പരാമർശമുണ്ടായിട്ടുള്ളത്. നന്ദിപ്രമേയ ചർച്ചയ്ക്ക് സംസാരിക്കവെയാണ് ഹിന്ദുക്കൾ അസത്യം പറയുന്നവരും അക്രമം കാണിക്കുന്നവരുമാണ് എന്നൊരു പ്രസ്താവന രാഹുൽ നടത്തിയിട്ടുള്ളത്. ഹിന്ദുക്കളാണ് എന്ന് പറയുന്നവർ മുഴുവൻ സമയവും അക്രമവും അസത്യവും വെറുപ്പും പടർത്തുന്നവരാണ് എന്ന വിവാദപരമായ പരാമർശമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. രാഹുലിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു പരാമർശമുണ്ടായപ്പോൾ തന്നെ ഭരണപക്ഷം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രതിഷേധിക്കുകയും പിന്നീട് അതൊരു ബഹളത്തിലേക്ക് പോവുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ രാഹുലിന്റെ പ്രസ്താവനയെ രൂക്ഷമായി വിമർശിക്കുകയും ആത്മാഭിമാനമുള്ള കോടിക്കണക്കിന് ഹിന്ദുക്കളെയാണ് രാഹുൽ അപമാനിച്ചിട്ടുള്ളത്, അവരോട് മാപ്പ് പറയണം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയിൽ രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയിട്ടുള്ളത്. അതിരുകടന്ന അധിക്ഷേപവും ഒപ്പം അസത്യവുമാണ് രാഹുൽ പാർലമെന്റിൽ പ്രസ്താവിച്ചിട്ടുള്ളത്. പാർലമെന്റിൽ രാഹുലിന്റെ വാക്കുകൾ അത്തരത്തിലായിരുന്നു. ഈ ഒരു പ്രസ്താവനയിൽ നിരുപാധികം മാപ്പ് പറയണം എന്നുള്ളതാണ് ആഭ്യന്തരമന്ത്രിയും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഏകദേശം 1 മണിക്കൂറിലധികം രാഹുലിന്റെ പ്രസംഗം നീണ്ടുവെങ്കിലും പാർലമെന്റിലെ ക്രിയാത്മകമായ ചർച്ചകളോ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയോ നടത്താതെ ഇത്തരത്തിലുള്ള വിവാദപരമായ പ്രസ്താവനകളായിരുന്നു രാഹുൽ പ്രസംഗത്തിലുടനീളം നടത്തിയിട്ടുള്ളത്. പാർലമെന്റിൽ ഇത്തരത്തിൽ ഹിന്ദു സമൂഹത്തെ പൂർണ്ണമായും അധിക്ഷേപിച്ചുകൊണ്ട് പ്രസ്താവന നടത്തിയിട്ടുള്ള രാഹുൽ ചൂണ്ടിക്കാട്ടിയത് തന്നെ ഹിന്ദു എന്ന് പറയുന്നവർ അക്രമവും അസത്യവും വെറുപ്പും പടർത്തുന്നവരാണ് എന്നൊരു സമൂഹത്തെ മുഴുവൻ അധിക്ഷേപിക്കുന്ന പ്രസ്താവനയായിരുന്നു രാജ്യത്തിന്റെ പാർലമെന്റിൽ, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായിട്ടുള്ള പാർലമെന്റിൽ, ലോക്സഭയിൽ ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് നടത്തിയത്. നേരത്തെ ഇത്തരം പ്രസ്താവനകൾ രാഹുൽ നടത്താറുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ ഗൗരവമുള്ള കേന്ദ്ര ക്യാബിനറ്റ് പദവിയുള്ള ഒരു നേതാവാണ് രാഹുൽ. പ്രതിപക്ഷ നേതാവ് എന്ന പദവി വഹിക്കുന്നത്. അത്തരത്തിലൊരാളിൽ നിന്നാണ് പാർലമെന്റിൽ ഇത്തരത്തിലൊരു സമൂഹത്തെ മുഴുവൻ അല്ലെങ്കിൽ ഹൈന്ദവ വിഭാഗത്തെ മുഴുവൻ അധിക്ഷേപിക്കുന്ന പ്രസ്താവന ഉണ്ടായിട്ടുള്ളത്. 1 മണിക്കൂറോളം നീണ്ടുനിന്ന ആ പ്രസംഗത്തിൽ നിരവധി തവണ ചട്ടങ്ങൾ ലംഘിക്കുകയും വ്യക്തിപരമായ അധിക്ഷേപം ഉയർത്തിക്കുകയും പാർലമെന്റിലെ റൂളുകൾ ലംഘിച്ചുകൊണ്ട് പോസ്റ്ററുകൾ ഉയർത്തിക്കാട്ടിയിട്ടുമുള്ള രാഹുലിനെ നിരവധി തവണ സ്പീക്കർ ഓം ബിർള വിമർശിക്കുകയുണ്ടായി. ചട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ പ്രതികരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ പെരുമാറാൻ പാടില്ല എന്നും ചട്ടങ്ങൾ പാലിക്കണം എന്ന് നിരവധി തവണ സ്പീക്കർ ഓം ബിർള രാഹുലിന് മുന്നറിയിപ്പ് നൽകുകയും അല്ലെങ്കിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്തെങ്കിലും പ്രസംഗത്തിലുടനീളം ഇത്തരത്തിലുള്ള വിവാദപരമായ പ്രസ്താവനകളാണ് രാഹുൽ നടത്തിയിട്ടുള്ളത്. കർഷകരെ BJP സർക്കാർ ഭീകരവാദികൾ എന്ന് വിളിച്ചു എന്ന രാഹുലിന്റെ പ്രസ്താവനയ്ക്ക് പാർലമെന്റിൽ ശിവരാജ് സിംഗ് ചൗഹാനാണ്, കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ് മറുപടി നൽകിയിട്ടുള്ളത്. കർഷകർക്ക് ഇപ്പോൾ താങ്ങുവില ഉയർത്തുകയും അവരുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള നടപടികളും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട്. മുൻകാലങ്ങളിൽ കർഷകരെ ദ്രോഹിച്ച കോൺഗ്രസിന് കർഷകരെ കുറിച്ച് പറയാൻ പോലും അവകാശമില്ല എന്നുള്ളതായിരുന്നു ശിവരാജ് സിംഗ് ചൗഹാൻ നൽകിയിട്ടുള്ള മറുപടി. ഒപ്പം അഗ്നിവീർ പദ്ധതിയെയും രാഹുൽ വിമർശിക്കുകയുണ്ടായി. അഗ്നിവീർ പദ്ധതി രാജ്യത്തിന്റെ സൈന്യത്തിന് കൂടുതൽ കരുത്ത് പകരുമെന്നും ഈ വിഷയത്തെക്കുറിച്ച് വളരെ കൃത്യമായി പഠിച്ചുകൊണ്ടാണ് സർക്കാർ സൈനിക തലത്തിൽ ആലോചനകൾ നടത്തിയാണ് ഈ തീരുമാനമെടുത്തത് എന്നുള്ളതായിരുന്നു കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രതികരണം. അത്തരത്തിൽ ഹൈന്ദവ സമൂഹത്തെ അപമാനിച്ചുകൊണ്ടും വിവാദപരമായ പ്രസ്താവനകൾ നടത്തിയുമായിരുന്നു പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുൽ ഇന്ന് ലോക്സഭയിൽ സംസാരിച്ചത്. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.